ഹായ് ഗായ്സ്, 2 തുള്ളി ഈ ഒരു ക്രീം നിങ്ങൾ പുരട്ടി വരുവാണെങ്കിൽ നിങ്ങളുടെ മുഖം സ്വർണം പോലെ ബ്രൈറ്റ് ആയിട്ട് ജ്വലിക്കും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് നാച്ചുറൽ ക്രീമാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗായ്സ്, ഇത് നിങ്ങൾ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും നിങ്ങളുടെ മുഖം കാണാനായിട്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് ഇരിക്കും. യങ്സ്റ്റേഴ്സിനും മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എസ്പെഷ്യലി മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പർ പെർഫെക്റ്റ് റിസൾട്ട് ആയിരിക്കും അവർക്ക് കിട്ടുക. കാരണം അവർക്ക് ഉണ്ടാവുന്ന പ്രായം 10 കുറച്ച് കാണിക്കും. വേറെ ഒന്നുമല്ല, അവരുടെ ഫേസിൽ ഉണ്ടാവുന്ന ചുളിവും പാടുകളൊക്കെ കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ ഒരു ക്രീം ബെറ്റർ ആണ് കേട്ടോ. ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് തരിക. ഇത് നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനായിട്ടും, അതുപോലെ ഇത് നിങ്ങൾ തുടർന്ന് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ പാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് നാൾക്ക് നാൾ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന കുതിർത്തി എടുത്തിട്ടുള്ള ആമണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 ബദാമാണ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലേക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കുതിർണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബദാം നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു തൊലി കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യണം. അതിനകത്തുള്ള ആ ഒരു ബദാം മാത്രം നമുക്ക് മതി, സ്കിന്ന് വേണ്ട, തൊലി വേണ്ട കേട്ടോ. അപ്പോൾ ഈ രീതി കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു ബദാം അതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചില സ്കിന്നുകാർ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തരിതരിയായിട്ടുള്ള കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. ആയതുകൊണ്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇത് നല്ല പൊതുവെ ഞാൻ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ആദ്യം നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിമ്പിൾസ് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കരുത്, പരീക്ഷിക്കരുത്. പരീക്ഷിച്ച് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കേട് വരുന്ന നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഫേസൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മളിതിൽ ഓരോ വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഓടിച്ചാടി കയറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണിയായിരിക്കും കിട്ടുക, റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഓയിലിനോടും അതുപോലെ തന്നെ ആമണ്ടിനോടും അലർജി ഉള്ളവർ ദയവായിട്ട് ഇത് നിങ്ങൾ ചെയ്ത് നോക്കാതെ ഇരിക്കുക. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അതിന് മുന്നായിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ റൈസാണ്. നമുക്ക് അരി കുതിർത്തുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ചോറില്ലേ അതായാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ ഒരു കുഞ്ഞു സ്പൂണിലാണ് ചേർക്കുന്നത്. ഒത്തിരി ചേർക്കാൻ പാടില്ല. ഈ കാണുന്ന രീതിയിൽ ഒരു കുഞ്ഞു സ്പൂണിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അറിയത്തില്ല, ഇത് നമുക്ക് അരച്ചെടുക്കുമ്പോൾ അറിയത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾ ടോണർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ റോസ് വാട്ടറോ ട്രീറ്റഡ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിൽ ഏത് ടോണറാണോ ഉള്ളത് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ ഒഴിച്ച് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവന്നാലും മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഞാനിവിടെ അരച്ച് അതിൻ്റെ പിശുടൊക്കെ കണ്ടല്ലോ, നമുക്കിത് സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാം, ബോഡി സ്ക്രബായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ആമണ്ടിൻ്റെയും അതുപോലെ തന്നെ വേവിച്ചെടുത്തുള്ള റൈസിൻ്റെയും ആ ഒരു എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി നല്ല കൊഴുപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പാടുകൾ കുറയ്ക്കാനായിട്ടും പിമ്പിൾസ് കുറയാനായിട്ടൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആവാരമ്പൂ ജെല്ലിനകത്ത് ഇതെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുങ്കുമപ്പൂവൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആവാരമ്പൂ ജെല്ല് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് വൈകാതെ ഇടാം, ആവാരമ്പൂ ജെല്ലിൻ്റെ ഫീഡ്ബാക്ക് വൈകാതെ ഇടാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുങ്കുമപ്പൂ ഇതിനകത്തേക്ക് ഒരു നുള്ള് അത്ര മാത്രം മതി. നമ്മളിതിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ആ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനിയുടെ ആവാരമ്പൂ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആവാരമ്പൂ ജെല്ല് എന്ന് പറയുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമ്മുടെ ആലുവേറ ജെല്ല് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ആലുവേറ ജെല്ലിനകത്ത് നമ്മൾ ഇത്തവണ പുതിയ ബാച്ച് ചെയ്യുന്ന സമയത്ത് ആവാരമ്പൂടെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സാഫ്രോൺ ജെല്ലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സാഫ്രോണും ആലുവേറയും. ആ സാഫ്രോണും ആലുവേറയും ഇപ്പോഴും അതുപോലെ തന്നെയാണ്. പക്ഷെ അതിനകത്തേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആവാരമ്പൂടെ എക്സ്ട്രാക്ട് കൂടി ചേർത്തു എന്നുള്ള ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ റിസൾട്ട്
അടിപൊളിയാണ്, ഓസം റിസൾട്ടാണ്, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഓൾഡ് കസ്റ്റമേഴ്സിനെ അറിയുള്ളൂ ഇതിന് ഡിഫറൻറ്റ് എങ്ങനെയുണ്ടെന്ന്. അവരാണ് നമ്മുടെ നോർമൽ ജെല്ലും സാഫ്രോൺ ജെല്ലും ഇപ്പോൾ ഈ ഒരു ആവറമ്പൂ ജെല്ലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇപ്പോൾ 3 അവർ യൂസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഇട്ട് മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല രീതിക്ക് സ്കിൻ ടോൺ ചേഞ്ച് ആവുന്നുണ്ട്. സാധാരണ നമ്മൾ ആവറമ്പൂ ജെല്ല് കൊടുക്കുന്നത് സ്കിൻ ടോൺ ചേഞ്ച് ആവാനും അതുപോലെ പിമ്പിൾസ് പോകാനായിട്ടൊക്കെ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്കിൻ ടോണ് നല്ല രീതിക്ക് നമുക്ക് പെട്ടെന്നാണ്, മറ്റേത് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യുന്നത്. ബട്ട് ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ചാണ് നമുക്ക് കാണുന്നതാണ് കസ്റ്റമേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ വൈകാതെ ഞാൻ ആ ഒരു ഫീഡ്ബാക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ആലുവേറ കൂടി ജെല്ല് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അവിടെ ക്രീം പരുവാക്കി നമ്മൾ എടുത്ത് വേറൊരു ബോട്ടിലാത്താക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 10 ദിവസം വരെ അല്ലെങ്കിൽ ഒരു 15 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വേണം ഇത് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലത്തെ ആ ഒരു മാറ്റങ്ങളെല്ലാം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ.